കഴിഞ്ഞ റമദാൻ മാസത്തിലോ കണ്ണൂർ ജില്ലയില് ഉമ്മാന്റെയും മുപ്പാന്റെയും കണ്ണുനീര് വീഴ്ത്തിയിട്ടോ എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെക്കന്റെ കണ്ണുനീരും കൂടി വീഴ്ത്തിയിട്ടോ വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരു പെണ്ണാണ് ഇവള്. അവസാനം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥയായി പോയി പാവത്തിന്. അന്ന് ഒരുപാട് ചേട്ടന്മാരുണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ ന്യായീകരിക്കുന്നു. അവരൊന്നിക്കട്ടെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞവര്. അവിടെ മതമേതായാലും മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടാവരുത് ഒരുത്തന്നെ സന്തോഷിപ്പിക്കേണ്ടത്. 18 വയസ്സ് 19 വയസ്സും പൊന്നുപോലെ നോക്കി മാതാപിതാക്കളെ വേദനിപ്പിച്ചവള് എന്ത് ധൈര്യത്തിലും നിന്നെ വേദനിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇത് കാണുന്ന പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പം 10,000 വട്ടം നിങ്ങൾ ചിന്തിക്കണം. കാരണം അവനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്ന ഏറ്റവും വലിയ സത്യം. ഇവളെ ബാംഗ്ലൂർ കൊണ്ടുപോയി അവന്റെ ആവശ്യങ്ങൾ കഴിയും തോറും ഇവളങ്ങ് ഉപയോഗിച്ചു. അവസാനം നിർബന്ധിച്ചിട്ട് വെള്ളം കുടിപ്പിക്കുക, അതായത് കള്ള് കുടിപ്പിക്കുക. അങ്ങനെ വല്ലാണ്ട് ഉപദ്രവമായി എന്ന് കണ്ടപ്പം അവസാനം സ്വന്തം വേറെ എവിടെയും പോയില്ല എന്ന് കണ്ടപ്പം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥയായി പോയി. അന്ന് എൻഗേജ്മെന്റിന് ചെക്കന് അവരോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നെങ്കിൽ അവന് ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് നിന്നെ കാണാൻ വരില്ലായിരുന്നു. നിന്റെ മാതാപിതാക്കളോ നാട്ടുകാരുടെ മുന്നിലും കുടുംബക്കാരുടെ മുന്നിലും നാണം കെട്ടപ്പം നീ ഇവന്റെ കൂടെ ഉല്ലസിച്ച് അല്ലെങ്കിൽ അന്തസ്സായിട്ട് അവന്റെ കൂടെ എൻജോയ് ചെയ്ത് ജീവിച്ചു. കഴിഞ്ഞ റമദാൻ മാസത്തിലോ കണ്ണൂർ ജില്ലയില് ഉമ്മാന്റെയും മുപ്പാന്റെയും കണ്ണുനീര് വീഴ്ത്തിയിട്ടോ എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെക്കന്റെ കണ്ണുനീരും കൂടി വീഴ്ത്തിയിട്ടോ വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരു പെണ്ണാണ് ഇവള്. അവസാനം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥയായി പോയി പാവത്തിന്. അന്ന് ഒരുപാട് ചേട്ടന്മാരുണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ ന്യായീകരിക്കുന്നു. അവരൊന്നിക്കട്ടെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞവര്. അവിടെ മതമേതായാലും മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടാവരുത് ഒരുത്തന്നെ സന്തോഷിപ്പിക്കേണ്ടത്. 18 വയസ്സ് 19 വയസ്സും പൊന്നുപോലെ നോക്കി മാതാപിതാക്കളെ വേദനിപ്പിച്ചവള് എന്ത് ധൈര്യത്തിലും നിന്നെ വേദനിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇത് കാണുന്ന പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പം 10,000 വട്ടം നിങ്ങൾ ചിന്തിക്കണം. കാരണം അവനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്ന ഏറ്റവും വലിയ സത്യം. ഇവളെ ബാംഗ്ലൂർ കൊണ്ടുപോയി അവന്റെ ആവശ്യങ്ങൾ കഴിയും തോറും ഇവളങ്ങ് ഉപയോഗിച്ചു. അവസാനം നിർബന്ധിച്ചിട്ട് വെള്ളം കുടിപ്പിക്കുക, അതായത് കള്ള് കുടിപ്പിക്കുക. അങ്ങനെ വല്ലാണ്ട് ഉപദ്രവമായി എന്ന് കണ്ടപ്പം അവസാനം സ്വന്തം വേറെ എവിടെയും പോയില്ല എന്ന് കണ്ടപ്പം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥയായി പോയി. അന്ന് എൻഗേജ്മെന്റിന് ചെക്കന് അവരോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നെങ്കിൽ അവന് ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് നിന്നെ കാണാൻ വരില്ലായിരുന്നു. നിന്റെ മാതാപിതാക്കളോ നാട്ടുകാരുടെ മുന്നിലും കുടുംബക്കാരുടെ മുന്നിലും നാണം കെട്ടപ്പം നീ ഇവന്റെ കൂടെ ഉല്ലസിച്ച് അല്ലെങ്കിൽ അന്തസ്സായിട്ട് അവന്റെ കൂടെ എൻജോയ് ചെയ്ത് ജീവിച്ചു.